ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ കുറേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇതിലൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഗബ്രിയും ജാസ്മിൻ നല്ല പ്ലെയറാണ്, പക്ഷേ നിങ്ങളവിടെ കൂടുതലും പുറത്ത് വന്നേക്കെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ വെക്കുന്നതും അങ്ങനെ ഒരുമിച്ച് കൈ പിടിച്ച് സംസാരിക്കുന്നതല്ലാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത്. ഉടനടി തന്നെ ഗബ്രി ചോദിക്കുന്നുണ്ട്, തെറ്റുണ്ടോ? ഒരാണും പെണ്ണും കൈ പിടിച്ചിരുന്ന് സംസാരിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. ഇവിടെ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതോ കൈ പിടിക്കുന്നതോ കൈ മുറുകെ പിടിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ അതൊക്കെ ഒരു തെറ്റാണോ എന്ന് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് ഗബ്രി. പിന്നെ ഒരു ബൗണ്ടറി ഉണ്ട്, ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്ര നേരം അത് വൾഗർ അല്ല എന്നാണ് ഗബ്രി പറയുന്നത്. ഇത് സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളാരും ഇതുവരെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അത് ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, അവരെ കിസ് ചെയ്തിട്ടില്ലേ? അത് ചെയ്തത് കുറ്റമാണോ? ഒരിക്കലും കുറ്റമല്ല. അതിപ്പോൾ ആണായാലും പെണ്ണായാലും അത് സൗഹൃദമായ രീതിയിൽ തന്നെ പോകും. പക്ഷേ ഇവിടെ അതല്ല ഗബ്രി നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഇതിൽ ഗബ്രി തന്നെ പറയുന്നുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. ഇവിടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും രാത്രി നേരത്തെ സംസാരമാണ് ഇവിടെ ആളുകളിൽ കൂടുതൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയത്. ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും ഞാൻ ഈ വീഡിയോ പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതുമാണ്. പിന്നെ ഇവിടെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. പുറത്ത് ഒരാളോട് വാക്ക് കൊടുത്തിട്ട് വന്നതാണ് ജാസ്മിൻ. ഇവിടെ 7-8 മാസം വരെ പ്രേമിച്ചതെന്നും ഈ ബിഗ് ബോസ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നേരെ അവൻ്റെ അടുത്തായിട്ടാണ് പോകുന്നതും പിന്നെ ഞങ്ങളുടെ കല്യാണം ആണെന്നൊക്കെ ജാസ്മിൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് ഒരിക്കലും പുറത്തുള്ള പയ്യനെ പറ്റിയൊന്നും ജാസ്മിൻ ഇതിനകത്ത് പറഞ്ഞില്ല. പിന്നെ ഫുൾ ടൈം ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവർ ഒരു ലവ് ട്രാക്ക് പോലെയാണ് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വന്നത്. പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വന്നത് മാത്രം പറയാൻ പറ്റത്തില്ല, കാരണം ഇവർ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്ത പോലെയാണ് കാണുന്ന മിക്ക ആളുകൾക്കും തോന്നിയത്. കാരണം എല്ലാ സീസണുകളിലാണ് ഒരു ലവ് ട്രാക്ക്. സീസൺ 1 എന്ന് പറഞ്ഞാൽ ശ്രീനീഷും പേർലിയും, പിന്നെ സീസൺ 4 ദിൽഷയും റോബിനും അവരുടെയൊക്കെ ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുറത്ത് ഹിറ്റായിരുന്നു. അതുപോലെ അനുകരിച്ച് പിന്നെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ലവ് ട്രാക്കിനും പറ്റിയത്. ഇവിടെ ബിഗ് ബോസ് തന്നെ അല്ലെങ്കിൽ ആങ്കറായ മോഹൻലാൽ തന്നെ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പോഴും ഗബ്രി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ഇവിടെ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഗബ്രി ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി. അതാണ് ജനങ്ങൾക്ക് ഇവർ എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു ദിവസം മുമ്പാണോ 2 ദിവസം മുമ്പാണോ ഒരു എപ്പിസോഡ് ഈ സിജോ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച ഈ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോഴും ഇവിടെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. എന്താണെന്ന് ഇവർ തമ്മിലുള്ള ഒരു ഇതൊന്നും ഇവർ ക്ലാരിറ്റി കൊടുക്കുന്നില്ല. പ്രേമമാണെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ് ആ രീതി കളിച്ചു പോകും, അല്ലെങ്കിൽ സൗഹൃദമാണെങ്കിൽ ആ രീതി അങ്ങനെ പറഞ്ഞ് കളിച്ചു പോകുന്ന സിജോ പറയുന്നുണ്ട്. അതിന് ഇവരൊരു തക്കതായ ഒരു മറുപടി അല്ല കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് ഒരു ദേഷ്യവും ഒന്നുമില്ല. എനിക്ക് ഇവർ ഇഷ്ടമാണ്, കാരണം ഇവർ രണ്ടുപേരും നല്ലതായിട്ട് ഗെയിം കളിക്കുന്നതാണ്. ബിഗ് ബോസ് വീട്ടിൽ നല്ലപോലെ ഗെയിം കളിക്കുന്ന ജിൻഡോ, ജാസ്മിൻ, ഗബ്രി ഇവർ മൂന്നും നല്ലതായിട്ട് ഗെയിം കളിക്കുന്നവരാണ്. ഇവരൊരു കോംബോ വിഷയം തന്നെയാണ് ഇപ്പോൾ ഗബ്രി പുറത്തു പോകാൻ കാരണം. അല്ലെങ്കിൽ അതൊരു ക്ലാരിറ്റി നല്ലപോലെ കൊടുത്തിട്ട് അവർ നല്ല ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഇതിനൊരു ക്ലാരിറ്റി കൊടുത്തായിരുന്നെങ്കിൽ തന്നെ ഗബ്രി ഇപ്പോഴും അവിടെ ടോപ്പ് 5 കണ്ടേനെ. ഗബ്രി പുറത്ത് പോയത് അൺഫെയർ എവിഷൻ ആണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം ഗബ്രിയെക്കാട്ടിൽ ഒട്ടും കളിക്കാൻ അറിയാത്ത സേഫ് ആയിട്ടുള്ളവർ അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. മെയിനായിട്ടുള്ളത് ഇപ്പോഴും ഈ എവിഷനിൽ തന്നെ വന്ന അൻസീബ, ഋഷി ഇവരൊക്കെ ഗബ്രിയെക്കാട്ടിൽ ഒന്നും കളിക്കാത്തവർ. അവരെ എല്ലാം അകത്ത് നിർത്തിയിട്ട് ഗബ്രി പുറത്ത് പോയെന്ന് പറയുമ്പോൾ ഇതൊരു അൺഫെയർ എവിഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ പുറത്ത് പോകാൻ കാരണം ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊക്കെയാണ് കാരണം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവും. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് ഗബ്രി ഇപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത്.